ഗൈസ്, എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അർജന്റീന വേഴ്സസ് ഇക്വഡോർ വീണ്ടും ഒരു ത്രില്ലർ പോരാട്ടം തന്നെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. അതെ, ഇക്വഡോറിന് മുമ്പിൽ അർജന്റീന രക്ഷപ്പെട്ടത് തലനാരിയേക്കാണ്. നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയെ ശരിക്കും വിറപ്പിച്ചു ഇക്വഡോർ. പക്ഷേ സെമി ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചത് അത് ലയണൽ മെസ്സിയുടെ അർജന്റീന തന്നെയാണ്. ഇന്ന് നടന്ന ക്വാർട്ടർ പോരാട്ടത്തിൽ ഇക്വഡോറിനെ തോൽപ്പിച്ചുകൊണ്ട് അർജന്റീന സെമിയിലേക്ക് മുന്നേറിയത് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ്. ഷൂട്ടൌട്ടിൽ അർജന്റീനയ്ക്ക് വേണ്ടി സ്വാഭാവികമായിട്ടും ലയണൽ മെസ്സി ആയിരുന്നു ആദ്യം കിക്ക് എടുക്കാൻ വന്നത്. പക്ഷേ മെസ്സിക്ക് അത് ഗോളാക്കി മാറ്റാൻ പറ്റിയില്ലെന്നേ. വൈമാൻ ഏതായാലും എമിയുടെ സേവുകളാണ് അർജന്റീനയെ അക്ഷരാർത്ഥത്തിൽ വീണ്ടും രക്ഷിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്നത്തെ മത്സരത്തിന്റെ തുടക്കത്തിൽ ഇക്വഡോർ തന്നെയായിരുന്നു മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. അർജന്റീന അത്ര മികച്ച ഗെയിമാണോ കളിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാം തന്നെ വേണം പറയാൻ. കളിയുടെ ഫസ്റ്റ് ഹാഫിലും എമി മാർട്ടിനസിന്റെ ഒരു കിടിലൻ സേവാണ് ഇക്വഡോറിനെ തടഞ്ഞിട്ടത്. മത്സരത്തിന് 35-ാം മിനിറ്റിൽ ലിയോ മെസ്സി എടുത്ത ഒരു കോർണറിൽ നിന്ന് അർജന്റീനയുടെ ആദ്യ ഗോൾ പിറക്കുന്നു. മെസ്സിയുടെ കോർണർ മക്കാലിസ്റ്റർ മനോഹരമായി ഫ്ലിക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഫാർ പോസ്റ്റിൽ നിന്ന് ലിസാൻഡ്രോ മാർട്ടിനസ് ആ ഒരു പന്ത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. സ്കോർ 1-0 എന്ന നിലയിൽ. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ 62-ാം മിനിറ്റിൽ ഇക്വഡോറിന് ഒരു പെനാൾട്ടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതെ, കളി 1-1 നിൽക്കുമെന്ന് കരുതിയ സമയമായിരുന്നു അത്. ഹാൻഡ്ബോളിന് ലഭിച്ച പെനാൾട്ടി എടുത്ത് വലൻസിയയ്ക്ക് പക്ഷേ പന്ത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. വലൻസിയയുടെ കിക്ക് പോസ്റ്റിൽ തട്ടി പുറത്തു പോകുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത്. പക്ഷേ ഇക്വഡോർ അവിടെയൊന്നും തളരാൻ തയ്യാറായിരുന്നില്ല. അതെ, അവർ 92-ാം മിനിറ്റിൽ മത്സരത്തിന്റെ ഏറ്റവും അവസാന നിമിഷത്തിൽ അർജന്റീന ഒരു ഗോളിന് വിജയിച്ചു എന്ന് ഉറപ്പിച്ച സമയത്ത് ഒരു ഗോൾ തിരികെ അടിക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അർജന്റീന ആരാധകൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഇക്വഡോർ അർഹിച്ചൊരു സമനില തന്നെയായിരുന്നു അത്. ഫൈനൽ വിസിൽ വരെ കളി 1-1 എന്ന നിലയിൽ തുടരുമ്പോൾ എക്സ്ട്രാ ടൈം ഇല്ലാത്തതിനാൽ തന്നെ കളി നേരെ ഷൂട്ടൗട്ടിലേക്ക്. അതെ, ലിയോ മെസ്സിയാണ് അർജന്റീനയുടെ ആദ്യ കിക്ക് എടുക്കാൻ വരുന്നത്. മെസ്സിയുടെ കിക്ക് എന്ന പോസ്റ്റിൽ തട്ടി പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇക്വഡോറിന്റെ ആദ്യ കിക്ക് തടഞ്ഞിട്ടു എമി മാർട്ടിനസ്. ഹുലിയൻ അൽവാരസ് എടുത്ത രണ്ടാമത്തെ കിക്ക് അനായാസം അദ്ദേഹം ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. എന്നാൽ ഇക്വഡോറിന്റെ രണ്ടാമത്തെ കിക്കും എമിലിയാനോ മാർട്ടിനസ് ദ സേവർ തടഞ്ഞിടുന്ന കാഴ്ച. അർജന്റീനയുടെ മൂന്നാമത്തെ കിക്ക് എടുത്ത മക്കാലിസ്റ്റർ ലക്ഷ്യം കണ്ടു. ഇക്വഡോറും അവരുടെ മൂന്നാമത്തെ കിക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചതോടുകൂടെ അർജന്റീന 2-1 മുമ്പിൽ. അടുത്ത കിക്ക് മോണ്ടിനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. കൈസേഡോ ഇക്വഡോറിന് വേണ്ടിയും ഗോൾ അടിക്കുന്നു. സ്കോർ 3-2 എന്ന നിലയിൽ. അങ്ങനെ അവസാനം വരെ ത്രില്ലറിൽ നിന്ന് മത്സരം തന്നെയാണ് കടന്നുപോയത്. അർജന്റീനയുടെ അവസാന കിക്ക് എടുത്ത ഒട്ടാമെന്റി പന്ത് വലയിൽ എത്തിച്ചതോടുകൂടെ അർജന്റീന വിജയം ഉറപ്പിക്കുകയായിരുന്നു. യെസ്, അർജന്റീന ഇൻ ടു ദ സെമി ഫൈനൽസ്. പക്ഷേ അർജന്റീനയുടെ ഈ ഒരു മത്സരത്തിലെ പ്രകടനത്തിൽ ആരാധകർ എന്തായാലും ഒട്ടും സംതൃപ്തരായിരിക്കില്ല. കാരണം ഇക്വഡോർ പോരാട്ട വീര്യത്തിന് മുമ്പിൽ വിറങ്ങലിച്ചുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞ അർജന്റീന നിലവിലെ ചാമ്പ്യന്മാർ സെമി ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വിജയിച്ചുകൊണ്ട് സെമി ഫൈനലിൽ അർജന്റീന കടന്നിരിക്കുന്നു. ഇനി എന്തായാലും കാനഡയും അതുപോലെ വെനിസ്വേലയും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടത്തിലെ വിജയികളാകും അർജന്റീന സെമി ഫൈനലിൽ നേരിടാൻ പോകുന്ന അടുത്ത ടീമായിട്ട് മാറുന്നത്. അപ്പോൾ പിന്നെ കാത്തിരിക്കാം അടുത്ത മത്സരത്തിന് എത്തുന്നേ. എന്താണ് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. പ്രതീക്ഷയോടുകൂടെ ഗുഡ് ബൈ.